ഹായ്, വെൽക്കം ടു 1 2 3 തോട്ട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വിളയിച്ചതാണ്. ഇത് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വന്നാൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാൻ. ഞാൻ ഈ പഴത്തിൻ്റെ സെൻറ്ററിലുള്ള ആ കറുത്ത പോർഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നാടൻ പഴം ഒന്നാണെങ്കിൽ കളയേണ്ട കാര്യമില്ല, പക്ഷെ ചില പഴത്തിൽ അത് വളരെ കട്ടിയായിട്ട് ഇരിക്കുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ എടുത്ത് കളയാം. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഴം നെയ്യിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ രീതിയിലൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ച് ഗോൾഡൻ കളറാക്കി എടുക്കാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ പാനിലോട്ട് തന്നെ കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5-8 അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പായസത്തിലൊക്കെ ഇടുന്ന മുന്തിരി എടുത്താൽ മതിയാവും. ഞാനതില്ലാത്തതുകൊണ്ട് കേക്കിലിടുന്ന മുന്തിരിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ, അതാണിത്. അത് കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് തന്നെ അതിലേക്ക് കുറച്ച് എള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അവിൽ ഇട്ട് കൊടുക്കാം. അവിലൊന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ മൊരിഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ തേങ്ങയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം വിളയിച്ചത് ഇവിടെ റെഡിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയോ അതല്ലെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചതോ ഏതെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ 1 2 3 തോട്ട്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.